ഒരു മോഹൻലാൽ ആരാധകൻ എന്ന നിലയിൽ ഇന്നൊരു ഗംഭീര ദിവസമായിരുന്നു എന്ന് ഓരോ ആരാധകനും പറയുകയാണ്. കാരണം കഴിഞ്ഞ ദിവസം അവർക്ക് ചില വിഷമങ്ങൾ ഉണ്ടായെങ്കിൽ ഇന്നേ ദിവസം ആ വിഷമമൊക്കെ തീർത്തുകൊണ്ടാണ് മോഹൻലാൽ എന്ന താരം നമുക്ക് മുന്നിലെത്തിയത്. ആദ്യമെത്തിയത് ദൃശ്യം 3 എന്ന ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അത് ഞെട്ടിച്ചു കളഞ്ഞു. അതിനുശേഷം എമ്പുരാനിൽ നിന്നും ഒരു ക്യാരക്ടർ പോസ്റ്റർ എത്തി. കബൂഗയുടെ നമ്മൾ കാണാൻ കാത്തിരുന്ന ഒരു കഥാപാത്രത്തിന്റെ പോസ്റ്റർ ആയിരുന്നു അത്. ഖുറേഷിക്ക് വില്ലനായി എത്തുന്നത് ഇദ്ദേഹം തന്നെ എന്ന് പ്രേക്ഷകർ ഉറപ്പിച്ചു. തൊട്ടു പിന്നാലെ എത്തി തുടരും എന്ന ചിത്രത്തിലെ മറ്റൊരു മനോഹര പോസ്റ്റർ. നാടോടിക്കാറ്റിലെ രാംദാസിനെയും രാധയും ഓർമ്മിപ്പിച്ചുകൊണ്ട് വർഷങ്ങൾ കടന്നുപോയ ഒരു നിമിഷം ഈ പോസ്റ്ററിൽ കൊണ്ടുവന്നു. ഒരു സാധാരണക്കാരനായ മോഹൻലാലിനെ നമുക്ക് ഉടനീളം കാണാൻ പറ്റുന്ന ഒരു ചിത്രം, അതുപോലെ തന്നെ ശോഭനയും. ഒരു സാധാരണക്കാരന്റെ കുടുംബത്തിൽ നടക്കുന്ന വിശേഷങ്ങൾ പറയുന്ന ഒരു ചിത്രം. മോഹൻലാലിനെയും ശോഭനയും കാണിച്ചേക്കുന്ന വിധവും അതിഗംഭീരമായിട്ടുണ്ട്. ഒരു ദൃശ്യം വൈബൊക്കെ അടിക്കുന്നു എന്ന് പ്രേക്ഷകർ പറയുമ്പോൾ കഴിഞ്ഞ ദിവസവും ഇതേപോലൊരു നിമിഷം നൽകുന്ന പോസ്റ്റർ നമുക്ക് മുന്നിലേക്ക് എത്തുകയുണ്ടായി. അതിൽ ചില കൗതുകങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തു. മോഹൻലാൽ, ശോഭന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തരുമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന സിനിമയുടെ ഓരോ അപ്ഡേറ്റിനും വലിയ സ്വീകാര്യത സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിക്കാറുണ്ട്. പതിവ് തെറ്റിക്കാതെ ഇന്നലെ പുറത്തിറങ്ങിയ സിനിമയുടെ പുതിയ പോസ്റ്ററും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. മോഹൻലാലും ശോഭനയും അടങ്ങിയ പോസ്റ്ററിൽ താരമായത് മറ്റൊരാളാണ്. ഇതാണ് മോഹൻലാൽ എന്ന് ചോദിച്ച 93 വയസ്സുകാരി ഏലിക്കുട്ടി. തുടരും സിനിമയുടെ ലൊക്കേഷനിൽ മോഹൻലാലിനെ കാണുവാൻ ഏലിക്കുട്ടി എത്തിയതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. മോഹൻലാലിനെ കാണുക, സാധ്യമെങ്കിൽ ഒന്ന് തൊടുക എന്നതായിരുന്നു ഏലിക്കുട്ടിയുടെ ലക്ഷ്യം. ഷൂട്ട് കഴിഞ്ഞ് തിരികെ മടങ്ങാനായി കാറിനരികിലേക്ക് നടന്ന മോഹൻലാലിന്റെ അടുത്തേക്ക് വന്ന ഏലിക്കുട്ടി ഇതാണോ മോഹൻലാൽ എന്ന് ചോദിച്ചു. അതെ എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടി. മടങ്ങാൻ നേരം പോരുന്നോ എന്റെ കൂടെ എന്ന് മോഹൻലാൽ ചോദിച്ചതും ഇല്ല എന്ന് ഏലിക്കുട്ടി മറുപടി കൊടുത്തതുമെല്ലാം അന്ന് ആരാധകർ ഏറെ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തതും. ഇപ്പോൾ പോസ്റ്ററിൽ ഏലിക്കുട്ടിയുടെ മുഖം വന്നതോടെ അത് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. പോരുന്നോ എന്റെ കൂടെ എന്ന് മോഹൻലാൽ ചോദിച്ചത് വെറുതെയല്ല എന്നാണ് ആരാധകർ പറയുന്നത്. സിനിമയിൽ മോഹൻലാലിന്റെ അയൽക്കാരിയായാണ് കുമാരമംഗലം സ്വദേശിയായ ഏലിക്കുട്ടി എത്തുന്നത്. അതേസമയം തുടരും റിലീസിന് ഒരുങ്ങുകയാണ്. ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരും സിനിമയിൽ ഒരു സാധാരണ ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത്. മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ചിത്രത്തിൽ ഒന്നിക്കുന്നത്. ആ ഒന്നിക്കൽ ഒരു ഗംഭീരമാകുമെന്ന് കാണിച്ചു തരുന്നു ഇന്ന് വന്ന പോസ്റ്ററും. വരാൻ പോകുന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ പ്രൊമോഷണൽ പോസ്റ്ററാണ് ഇന്നേ ദിവസം എത്തിയിരിക്കുന്നത്. നാളെ ഇതുപോലുള്ള ഗംഭീര മുഹൂർത്തങ്ങൾ നമുക്ക് പാട്ടിൽ കാണാൻ കഴിയും എന്ന ഒരു സന്തോഷത്തോടെ അപ്ഡേറ്റ് നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ്. കുഞ്ചാക്കോവൻ, പ്രിയാമണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി മികച്ച പ്രതികരണമാണ് ഇന്നേ ദിവസം നേടിയെടുത്തിരിക്കുന്നത്. എല്ലാ കോണിൽ നിന്നും ലഭിക്കുന്നത് ഈ അഭിപ്രായം തന്നെ. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ജോണറിൽ കഥ പറയുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് അഭിനേതാവായും ഇരട്ട എന്ന ചിത്രത്തിൽ കോ ഡയറക്ടറായും ശ്രദ്ധ നേടിയ ജിത്തു അഷ്റഫാണ്. ഇപ്പോഴിതാ സിനിമയ്ക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ സംവിധായകൻ വൈകാരിക പ്രതികരണം വലിയ ശ്രദ്ധ നേടുകയും ചെയ്തു. ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് ശേഷം പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ച സ്വീകാര്യതയ്ക്ക് പിന്നാലെ ജിത്തു അഷ്റഫ് പൊട്ടിക്കരയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ായി സംവിധായകനെ കുഞ്ചാക്കോവൻ ഉൾപ്പെടെയുള്ള സിനിമയുടെ അണിയറ പ്രവർത്തകർ ചേർത്ത് പിടിക്കുന്നതും കാണാം. ജിത്തു അഷ്റഫിന്റെ സംവിധാന മികവിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ആദ്യ പകുതിയും രണ്ടാം പകുതിയും ഒരേപോലെ മികച്ചു നിൽക്കുന്നതെന്നും പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പാകത്തിലുള്ള സംവിധാനമാണ് സിനിമയുടേതെന്നും അഭിപ്രായങ്ങളുമുണ്ട്. ജെക്സ് വിജയുടെ പശ്ചാത്തല സംഗീതത്തിനും കൈയടി ലഭിക്കുന്നുണ്ട്. രേഖാചിത്രത്തിന് ശേഷം ഈ വർഷത്തെ രണ്ടാമത്തെ ഹിറ്റാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നാണ് എല്ലാവരും പറയുന്നത്. ഈ വർഷം ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ രേഖാചിത്രം ആയിരുന്നുവെന്ന് പറയുന്ന പ്രേക്ഷകർ ഇത് അതുക്കും മേലെയാണെന്നാണ് അഭിപ്രായം. തുടങ്ങി അവസാനിക്കുന്നത് വരെ സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാൻ സാധിച്ചിട്ടില്ല. അജാദി ഗ്രിപ്പിംഗ് സ്റ്റോറി ടെല്ലിങ്ങും മേക്കിങ്ങുമാണ്. ഷാഹി കബീർ എന്ന ഒറിജിനൽ പോലീസുകാരന്റെ ഇടിവെട്ട് തിരക്കഥയുടെ അതിഗംഭീര ദൃശ്യാവിഷ്കാരം, അതും ഒരു പുതുമുഖ സംവിധായകന്റെ കരവിരുതിൽ. കുഞ്ചാക്കോവൻ ഗംഭീര പെർഫോമൻസ്. ഇങ്ങേരുടെ കരിയറിലെ തന്നെ ഏറ്റവും പവർഫുൾ ക്യാരക്ടറാണിത്. കുറെ കാലമായി ചാക്കോച്ചനെ ഈ ഫോമിൽ കാണാൻ ആഗ്രഹിക്കുന്നു. വില്ലൻ ഗ്യാങ്ങും സൂപ്പർ. പണിക്ക് ശേഷം വീണ്ടും പേടിപ്പെടുത്തുന്ന ഒരു കുട്ടിപ്പട. ബീജമാണ് സിനിമയുടെ പ്രധാന പ്ലസ് പോയിന്റ്. സിനിമാറ്റോഗ്രാഫിയും കൊള്ളാം. പിന്നെ ബാക്കി മേഖലകളും ഗംഭീരമായിരുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. സിനിമയ്ക്ക് ഗംഭീര അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് മിക്ക പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നതും.